ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്. സോ ഇന്ന് ഫെബ്രുവരി 12th ആണ് ഡേറ്റ്. ഓക്കെ, അപ്പം ഇന്നലത്തെ ട്രേഡ് ഞാൻ ഈ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ തന്നെ പുട്ട് സൈഡ് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സിറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡോജി ടൈപ്പ് ക്യാൻഡിലാണ്. ഇതിൻ്റെ ലോ ഏകദേശം എൻ്റെ 200 പോയിൻ്റ് ഹിറ്റായപ്പോൾ ഞാനത് മാർക്കറ്റ് ഓർഡറിൽ എക്സിറ്റ് ചെയ്തു. ഡൗൺഫോൾ ആയിരുന്നു ഞാൻ ഈ ഒരു ദിവസം 10th ഫെബ്രുവരിയിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സമയത്ത് ഡൗൺഫോൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇത് മൂവ്മെൻറ്റ് 200 പോയിൻറ്റ്സിന് ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇവിടെയും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ലെവലിലാണ് 200 പോയിൻ്റ് അച്ചീവ് ആയിട്ടുള്ളത്. ഇത്രയും ഇവിടെ ഡൗൺഫോൾ ഉണ്ടായിട്ടുണ്ട്, എന്നിട്ടും ഇവിടെയാണ് 200 പോയിൻ്റ് അച്ചീവ് ആയിട്ടുള്ളത്. അതായത് പ്രീമിയം നമുക്ക് പ്രതീക്ഷിച്ച ആ രീതിയിലുള്ള പ്രീമിയത്തിൻ്റെ മൂവ്മെൻറ്റ്സ് അധികം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ എന്തുകൊണ്ടാണ് ഡൗൺ എടുത്തതെന്ന് വെച്ചാൽ ഇവിടുത്തെ ബയേഴ്സിനെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളൊരു റീസൺ ഉണ്ട്. ഒന്ന് അതാണ്. പിന്നെ ഒരു റീസൺ എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു ഗ്യാപ്പ്, ഈ ഒരു ഗ്യാപ്പ് ഇവിടെ കിടക്കുന്നുണ്ട്. ആ ഒരു ഇവിടുത്തെ ബയേഴ്സിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ലെവൽ, ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നുള്ളൊരു കൺസെപ്റ്റും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ അത് ആലോചിച്ചില്ല. ശരിക്കും ഈ ഒരു ക്യാൻഡിലാണ് പുട്ട് സൈഡ് എടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ കുറച്ചും കൂടെ കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് പ്രീവിയസ് ഡേൻ്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ എടുത്താലും മതി. ഓക്കെ, അങ്ങനെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. നമ്മൾ ഡയറക്ഷൻ നമ്മൾ ഉദ്ദേശിച്ചത് തന്നെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചാൽ, ഇന്ന് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ സെല്ലിങ് ആയിരിക്കും മിക്കവാറും ചെയ്യുന്നുണ്ടാവുക. ഇൻ കേസ് ബൈങ്ങിൻ്റെ ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ ബൈങ് ചെയ്യും. ഓക്കെ, പിന്നെ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ബൈയിങ് ആണ് ചെയ്യുക. അതുപോലെ ഗ്യാപ്പ് അപ്പിൽ ബൈങ്ങിൻ്റെ അതുപോലെ തന്നെ സെല്ലിങ്ങിൻ്റെ ഓപ്പർച്യൂണിറ്റി നോക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്ലാനിങ് പോലെ തന്നെ നടക്കണമെന്നില്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ പ്ലാനിങ് പോലെ തന്നെ നടക്കണമെന്നില്ല. പക്ഷേ ഒരു 70% ആ ഒരു ഇതിൽ തന്നെയാണ് പോവുക. പിന്നെ ഞാൻ ഈ ഒരു അനാലിസിസ് വീഡിയോ നേരത്തെ ഇടാത്തത് കൊണ്ട് എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഇടുന്ന ആ ഒരു പ്ലാനിങ് വെച്ചിട്ട് എന്തായാലും ട്രേഡിങ് അന്നത്തെ ദിവസം ട്രേഡിങ് ചെയ്യാൻ പോകുന്നില്ല എന്നും. വ്യൂസൊക്കെ വളരെ കുറവാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല, എനിക്ക് ടെൻഷനില്ല. സോ ലെറ്റ്സ് സീ ഇൻ ദ ലൈവ് മാർക്കറ്റ്.